ഇതൊക്കെ എത്ര ടൈം എടുക്കും വളരാൻ? തക്കാളി ഇതൊക്കെ പെട്ടെന്ന് വരും. ഒരു മാസത്തിനുള്ളിൽ. ഇപ്പോൾ ഞാൻ സ്റ്റഫിങ് പറാഠയിൽ ഇടാൻ പോവാണ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്കും സുഖമാണ്. ഇന്ന് ഫ്രൈഡേ ആണ്, ഇവിടെ വീക്കെൻഡ് ആണ്. സോ ഞങ്ങൾ രാവിലെ റെഡി ആയിട്ട് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ടു മെക്ഡി. 11 o'clock ആകുമ്പോൾ മെനു ചേഞ്ച് ആവും. അതാണ് വേഗം നമ്മൾ ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് വിൽ ബി ഗോയിങ് ടു എ പ്ലാന്റ് നഴ്സറി. കേട്ടിട്ടുണ്ട് അവിടെ 1 dirhams ഞങ്ങൾക്ക് പ്ലാന്റ്സ് കിട്ടും. അപ്പോൾ ഞാൻ കാണിക്കാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് വെറൈറ്റി. കുറേ പ്ലാന്റ്സ് ഉണ്ട് അവിടെ, അങ്ങനെ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ പോയിട്ടില്ല. സോ ഇന്ന് ഫസ്റ്റ് ടൈം ഞങ്ങൾ പോവും. ആൻഡ് ഐ വിൽ ഷോ യു ആസ് വെൽ. സോ എൻ്റെ ബാൽക്കണി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടായിരുന്നു, കംപ്ലീറ്റ്ലി സെറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ കുറച്ചൊക്കെ ഐറ്റംസ് അവിടുന്ന് പ്ലാന്റ്സ് വാങ്ങാൻ പ്ലാൻ ഉണ്ട്. നോക്കട്ടെ അവിടെ പോയിട്ട് എന്താണ് സിറ്റുവേഷൻ, എങ്ങനെയാണ് പ്ലാന്റ്സ് എക്സെട്ര. സോ വിതൗട്ട് വേസ്റ്റിംഗ് much time, let's shoot into the video. It's sour. Katta. Nice. Drink slowly. Yes, by heart at the complete. അൽവർസാൻ പ്ലാന്റ് നഴ്സറി എത്തിയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഉള്ളിലത്തെ കാഴ്ചകളും കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് രണ്ടും കിട്ടും. ദ ബെസ്റ്റ് ഹൈലൈറ്റ് ആണ് ഇറ്റ്സ് വെരി ചീപ്പ്. 1 dirhams ഇവിടെ പ്ലാന്റ്സ് കിട്ടുന്നുണ്ട്. വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ഇൻഡോർ ബിഗ് പ്ലാന്റ്സ്, സ്മോൾ പ്ലാന്റ്സ്, ഓൾ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് നല്ല ചീപ്പ് റേറ്റിലാണ് കിട്ടുന്നത്. ബർദുബൈയിലൊക്കെയും ഞങ്ങൾ തുളസി വാങ്ങാൻ പോയപ്പോൾ 20 dirhams ആണ് ഒരു വലിയ ചെടിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ മാത്രം 6 dirhams ഉള്ളൂ. ആൻഡ് ചെറിയ ചെടിക്ക് ഓൺലി 5 dirhams. സോ നല്ലൊരു ഓപ്ഷനാണ്. ഒരു കൊറിയണ്ടർ നല്ലത് നോക്കി തന്നാണ്. പിന്നെ ഈ ഫ്ലവേഴ്സിൽ ഇതൊക്കെ 1 dirham. എഗ് പ്ലാന്റ് വേണം. എഗ് പ്ലാന്റ് ഓക്കെ. തക്കാളി വേണം.
തക്കാളിയാ. ഇതൊക്കെ എത്ര ടൈം എടുക്കും വളരാൻ? തക്കാളി ഇതൊക്കെ പെട്ടെന്ന് വരും. ആ, ഒരു മാസത്തിനുള്ളിൽ തക്കാളി. ഓക്കെ. പിന്നെ ഫ്ലവേഴ്സ് 1 ദിറമിന്റെ അത് ഇവിടെ പുറത്തിരിക്കുന്നുണ്ട്. ഇതിൽ വൈറ്റ്, പർപ്പിള്, റെഡ്, ബർഗണ്ടി. ഓക്കെ. ഇതൊക്കെ ഔട്ട്ഡോറാ ഇൻഡോറാ? ഇതൊക്കെ ഔട്ട്ഡോർ. ഔട്ട്ഡോർ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ ലഞ്ച് പ്രിപ്പറേഷൻസ് ചെയ്യണം. പിന്നെ പ്ലാന്റ്സ് എന്തൊക്കെയാണ് വാങ്ങിയത് അത് ബാൽക്കണിയിൽ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കും കാണിക്കാം എന്തൊക്കെയാണ് പ്ലാന്റ്സ്. കംപ്ലീറ്റ്ലി സെറ്റ് ആവില്ല, പക്ഷേ കുറച്ചായിട്ട് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ അതൊരു ഗാർഡൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യാണ്. ലെറ്റ്സ് സീ. സോ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ബാരക്കൂഡ ഫിഷ് ഫ്രൈ ആൻഡ് ഫിഷ് കറി ആൻഡ് ചോറ്. സോ അതും ചെയ്യാനുണ്ട്. ലഞ്ച് പ്രിപ്പറേഷൻസ്, പിന്നെ ബാൽക്കണി സെറ്റ് ചെയ്യാനുണ്ട്. സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് എൻ്റെ ബാൽക്കണി. ഇവിടെയൊക്കെയും ഞാൻ വെച്ചത് വെജിറ്റബിൾ പ്ലാന്റ്സ് ആണ്. ഓൾ ദീസ് കോസ്റ്റ് ഓൺലി 1 ദിറം. ടൊമാറ്റോ പ്ലാന്റ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, കൊറിയാണ്ടർ ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്. ആൻഡ് ഈ സെക്ഷനിൽ ഞാൻ വെച്ചത് എല്ലാം ഫ്ലവർ പോട്ട്സ് ആണ്. ഫ്ലവേഴ്സിൻ്റെ പേരൊക്കെ എനിക്ക് അത്ര ശരിയായിട്ട് അറിയില്ല, പക്ഷേ എല്ലാം കളർഫുൾ ആയ ഫ്ലവേഴ്സ് ആണ്. ആൻഡ് ഓൺലി ഫോർ 1 ദിറം. അപ്പോൾ ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഫോർ പ്ലാന്റ് ലവേഴ്സ്. യു ക്യാൻ ഗെറ്റ് ഓൾ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ദെയർ. സോ അങ്ങനെ ബാൽക്കണി ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദീസ് ആർ ദ പ്ലാന്റ്സ് ദാറ്റ് ഐ ഗോട്ട് ഫ്രം അൽവർസാൻ പ്ലാന്റ് നഴ്സറി. സോ നിങ്ങൾക്കും പോയിട്ട് ചെക്ക് ചെയ്യാം. അവിടെ 1 ദിറംസിൽ പ്ലാന്റ്സ് കിട്ടുന്നതാണ്. സോ ഇപ്പോൾ പ്ലാൻസ് ആണ് ലഞ്ച് പ്രിപ്പറേഷൻ ചെയ്യാൻ. സോ ലെറ്റ് മീ ഗോ ഇൻ ടു ദ കിച്ചൺ ആൻഡ് ലഞ്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അവിടുന്ന് ആലോവേര പ്ലാന്റും വാങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് ഓൺലി 5 ദിറംസ്. ഐക്കയിലൊക്കെയും 35 ദിറംസ് ആണ് ഈ ആലോവേര പ്ലാന്റ്. സോ ഇത് ബാംബൂ മണി പ്ലാന്റ് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ആലോവേര പ്ലാന്റ് പുതിയത് വാങ്ങിയതാണ്. സോ ഇപ്പോൾ ഞാൻ കിച്ചണിൽ വന്നിരിക്കുകയാണ് ഫോർ ലഞ്ച് പ്രിപ്പറേഷൻ. ഇവിടെ എൻ്റെ മീൻ കറി റെഡി ആവുന്നുണ്ട് ആൻഡ് ഫിഷ് ഫ്രൈയും ഞാൻ വെച്ചിട്ടുണ്ട്. സോ ഫൈനലി ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചോറ്, ഫിഷ് കറി ആൻഡ് ഫിഷ് ഫ്രൈ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഇറങ്ങും ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട്. സോ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. 2 hours later. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങിയിരിക്കുകയാണ്. ചോറൊക്കെ കഴിച്ചിട്ട് ഇത്തിരി റെസ്റ്റ് എടുത്തു. പിന്നെ ഇപ്പോൾ ഈവനിങ് ആയി. അപ്പോൾ ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് താഴെ ഇറങ്ങിയിരിക്കുകയാണ്. കിയാനും വീട്ടിലിരുന്നിരുന്ന് വെറുതെ ഇറിറ്റേറ്റ് ആവാണ്. സോ ഞങ്ങൾ വിചാരിച്ചു താഴെ ഒന്ന് വാക്ക് ചെയ്തിട്ട് ഗ്രോസറി സ്റ്റോർ വരെ പോവാം. കുറച്ചൊക്കെ വീട്ടിൻ്റെ സാമാനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. No, not there, Kian. Straight. You have to walk straight, Kian. കിയാൻ, Come here. This way. You have to go this way. चलो बाय कियान. Korea. कियान बाय देना. അങ്ങനെ ഗ്രോസറി സ്റ്റോർ എത്താറായി. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഗ്രോസറി സ്റ്റോറാണ്, ക്വിക്ക് സൂപ്പർ മാർക്കറ്റ്. സോ അവിടെ പോയിട്ട് കുറച്ച് സാമാനങ്ങൾ വാങ്ങാനുണ്ട്. He's not giving you huggy. He's doing wawabu. Oh, you don't do. You don't do. He don't. No, Kian. Get up. Good boy, get up. Good boy.
ഇപ്പോൾ ഡിന്നറുടെ സമയമായിരിക്കുകയാണ്. ആൻഡ് ഐ എം ഗോയിങ് ടു മേക്ക് സംതിങ് ഡിഫറെൻറ്റ്, പനീർ പോക്കറ്റ്സ്. സോ അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. ആദ്യം ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കി. എണ്ണ ചൂടായ ശേഷം ഞാൻ അതിലിട്ടു ജീരകം, ദെൻ സ്ലൈസ്ഡ് അനിയൻസ്, അനിയൻസ് ഒന്ന് റോസ്റ്റ് ആയ ശേഷം ഞാൻ അതിലേക്ക് ഇട്ടു കുറച്ച് ഗ്രീൻ ചില്ലീസ് ആൻഡ് മിക്സ് ചെയ്യാണ് ഞാനത്. ഇതിലേക്ക് ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ പോണത് മസാലകളാണ്. ആദ്യം ടർമറിക് പൗഡർ, പിന്നെ റെഡ് ചില്ലി പൗഡർ ആൻഡ് ഗരം മസാല പൗഡർ. മസാല എല്ലാം നന്നായി കുക്കായി കഴിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോണത് പനീറാണ്. പനീർ അല്ലെങ്കിൽ കോട്ടേജ് ചീസ്. And finally coriander leaves to garnish. ഈ പനീർ ബാറ്റർ ഞാൻ വേറെ ഒരു പ്ലേറ്റിൽ മാറ്റി വെക്കുകയാണ്. ചപ്പാത്തി ഉണ്ടാക്കണ ആട്ട ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ഞാനൊരു പൊറാട്ട ടൈപ്പ് ഉണ്ടാക്കുകയാണ്. ഫ്ലാറ്റ് ആക്കിയിട്ട് ഇതിൽ നമുക്ക് സ്റ്റഫിങ്സ് ഇടാനാണ്. പറാഠയിൽ സ്റ്റഫിങ്സ് ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ ഇതൊന്ന് ഫോൾഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ആ പനീർ പോക്കറ്റിന് ഞാൻ ഫ്രൈ ചെയ്യാൻ പോവാണ് എണ്ണയിൽ നന്നായിട്ട് കുക്ക് ആയില്ലെങ്കിൽ ഞാൻ അത് പ്രീ ഹീറ്റഡ് അവനിലൊന്ന് ബേക്ക് ചെയ്തെടുക്കും. ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയായിട്ട് കുക്കായിട്ടില്ല. അത് കാരണം ഞാനത് അവനിൽ ബേക്ക് ചെയ്തു. അങ്ങനെ പനീർ പോക്കറ്റ്സ് റെഡി ആയിരിക്കുകയാണ്. ആൻഡ് ഐ വിൽ ബി എൻഡിങ് മൈ വ്ലോഗ് ഹിയർ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.